സർ, ഇവിടെ 140 അസംബ്ലി മണ്ഡലങ്ങളിലും യാതൊരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ വലിയ തരത്തിൽ ഫണ്ട് നൽകിക്കൊണ്ട് തുടർ വികസനങ്ങൾ സാധ്യമാക്കിക്കൊണ്ടാണ് സർ സംസ്ഥാന ബജറ്റ് നടപ്പിലാക്കിയിരിക്കുന്നത്. സാർ എൻ്റെ കയ്യിലൊരു പത്രമുണ്ട് സാർ. ഹരിപ്പാട് മണ്ഡലം മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീമാൻ രമേശ് ചെന്നിത്തല പ്രതിദാനം ചെയ്യുന്ന ഹരിപ്പാട് മണ്ഡലത്തിൽ അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് സാർ, 203 കോടിയുടെ പദ്ധതിയാണ് സാർ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. 203 കോടിയുടെ പദ്ധതി ജനങ്ങളോട് പറഞ്ഞതാണ് സാർ. പത്രത്തിൽ വലിയ വെണ്ടയ്ക്ക രൂപത്തിൽ അടിച്ചു വന്നതാണ് സാർ. അതുപോലെ തന്നെ പെരുമ്പാവൂർ MLA പറഞ്ഞിരിക്കുന്ന കണക്കാണ് സാർ. 1216 കോടി രൂപയാണ് സാർ അദ്ദേഹം പത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സാർ. എന്നിട്ട് ഈ സഭയിൽ വന്ന് പറയുകയാണ് സാർ ഒന്നും കിട്ടിയില്ല എന്ന് പറയുക. മണ്ഡലത്തിലെ ജനങ്ങളോട് പറയുകയാണ് സാർ 1216 കിട്ടിയെന്ന് പറയുകയാണ്. മൂവാറ്റുപുഴ അംഗം പറഞ്ഞിരിക്കുന്നത് സാർ 182 കോടി രൂപയുടെ ബജറ്റാണ് കിട്ടിയതെന്ന് പറയുകയാണ് സാർ. ഈ തരത്തിൽ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളോട് കോടിക്കണക്ക് രൂപയുടെ കണക്കുകൾ ഞങ്ങൾക്ക് കിട്ടി, ബജറ്റിൽ കിട്ടിയെന്ന് പറയുകയും ഇവിടെ വന്നുകൊണ്ട് ഒന്നിനും കൊള്ളാത്ത ബജറ്റാണ് ഇവർ അവതരിപ്പിച്ചതെന്ന് പറയാനായിട്ട് അല്പം ഒരു ലജ്ജ നിങ്ങൾക്കുണ്ടാവണമെന്ന് ഈ അവസരത്തിൽ പറയുകയാണ് സാർ. 2-ാം തീയതി വന്ന കേരളത്തിലെ പ്രമുഖ പത്രങ്ങളിൽ 2-ാം തീയതി നമുക്കറിയാം, 1-ാം തീയതി കേന്ദ്ര ബജറ്റാണ്. അതിനുശേഷം വന്ന പ്രമുഖ പത്രത്തിൽ ആദായ നികുതിയിൽ ബമ്പർ ഇളവ്. എന്താ ഒരു ഭാഷണം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു വാർത്ത, എന്തൊരു തലക്കെട്ട്. ഇത് എന്താണ് സാർ മാധ്യമങ്ങൾക്ക് കേരളത്തോട് ഇത്ര ശത്രുത എന്ന് നമ്മൾക്ക് തോന്നുകയാണ്. ബമ്പൻ ഇളവ്. നിർമ്മലാ സീതാരാമൻ ഉപയോഗിച്ചിരുന്ന സാരി ഇങ്ങനെയാണ് എന്ന് പറയുകയാണ്. മറ്റൊരു പത്രം അതുപോലെ തന്നെ പറഞ്ഞിരിക്കുകയാണ്, ജിം ഭൂം ഭ. നമ്മുടെ ബജറ്റ് വന്നതിന്റെ പിറ്റേ ദിവസം എങ്ങനെയുണ്ട്? ഒരേ പത്രം 2-ാം തീയതി വന്നതും 8-ാം തീയതി വന്നതുമാണ് സാർ കാണിക്കുന്നത്. 2-ാം തീയതി വന്നത് ആദായ നികുതിയിൽ ബമ്പർ ഇളവ്, 8-ാം തീയതി വന്നത് ജിം ബൂംബ. ഇത്രയും മനോഹരമായ ഒരു ബജറ്റ് ഈ കേരളത്തിൽ അവതരിപ്പിച്ചപ്പം ജിം ബൂംബ. യാതൊരു പരിഗണനയും ഇല്ലാതെ ഒരു ശത്രുവിനോടെന്ന പോലെ ഒരു സംസ്ഥാനത്തോട് പെരുമാറിയ കേന്ദ്ര ഗവൺമെന്റ് ബജറ്റ് വരുമാന ആനന്ദം. എങ്ങനെയുണ്ട്? മറ്റൊരു പത്രം 8-ാം തീയതി വന്നത് നികുതി ഭാരം കൂടും, ക്ഷേമ പെൻഷനുകൾ കൂട്ടിയില്ല. എങ്ങനെയുണ്ട്? ഒരു പത്രം പറഞ്ഞിരിക്കുകയാണ്. അതേ പത്രം തന്നെ 2-ാം തീയതി വളരെ ആശ്വാസത്തോടു കൂടിയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. 2-ാം തീയതി പ്രശ്നമില്ല, അവരുടെ പത്രത്തിൽ അവർക്ക് യാതൊരു വിധമായ വിഷമങ്ങളും കാണുന്നില്ല എന്നുള്ളതാണ് കേന്ദ്ര ബജറ്റിനോട് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കും സാർ, ഈ MP-മാരൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. വിമർശനമില്ലല്ലേ? റെയിൽവേ അവഗണിച്ച വിമർശനമില്ല. കേരളത്തിൽ നിന്ന് കുറച്ച് MP-മാർ പോയിട്ടുണ്ടല്ലോ. കേന്ദ്രം ഇങ്ങോട്ടൊരു ഫണ്ട് തന്നില്ലെങ്കിൽ വിമർശനമില്ല. എയിംസ് ഇല്ലെങ്കിൽ അവർക്ക് വിമർശനമില്ല. ഈ കേരളത്തിൽ ഇത്രയധികം വികസനങ്ങൾ നടത്തുന്ന ഈ ഗവൺമെന്റിന് നേരെയാണ് ക്യാമറ കണ്ണും തുറന്നു വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് സാർ പറയാനായിട്ട്. എനിക്ക് മുമ്പ് KD പ്രസേൻ MLA കുറേ അധികം കാര്യങ്ങൾ, അത് നമ്മുടെ ജനറൽ നേട്ടങ്ങളാണ്. നമ്മുടെ ഗവൺമെന്റിന് സംസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമായതിന്റെ വ്യക്തമായ, നിങ്ങൾക്ക് എവിടെ നോക്കിയാലും കൃത്യമായി കിട്ടുന്ന കുറെ കാര്യങ്ങളെ നിങ്ങൾ എത്ര തള്ളി പറഞ്ഞാലും അതൊക്കെ സത്യമായി തന്നെ ഇവിടെ അവശേഷിക്കുന്ന ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഞാൻ എൻ്റെ ആവർത്തനത്തിലേക്ക് പോകുന്നില്ല.